ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, പരിശുദ്ധ കുർബാനയിൽ കാഴ്ചവെപ്പിന്റെ സമയത്ത് കാർമേഘൻ കാസിയും പീലാസിയും 3 പ്രാവശ്യം മുട്ടുന്നതിന്റെ അർത്ഥം എന്തെന്ന്. വിശുദ്ധ കുർബാനയിലെ കാഴ്ചവെപ്പിന്റെ സമയത്ത് അപ്പവും വീഞ്ഞും കാസയിലും പീലാസയിലും ഉയർത്തി പ്രാർത്ഥിക്കുന്നത് ഈശോയുടെ പീഡാസഹന മരണത്തിന്റെ പ്രതീകങ്ങളാണ്. ആ പ്രാർത്ഥനയുടെ അവസാനം പീലാസ കാസയിൽ 3 തവണ മുട്ടിച്ച് വൈദികൻ പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെ അർത്ഥതലങ്ങളെക്കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. പ്രധാനമായും 3 പ്രതീകങ്ങളാണ് ഇതിലുള്ളതായി പരിഗണിക്കപ്പെടുന്നത്. അതിൽ ആദ്യത്തേത് 3 പ്രാവശ്യം മുട്ടിക്കുന്നത് ത്രിത്വരഹസ്യത്തെ അനുസ്മരിക്കാൻ വേണ്ടിയാണ് ഉള്ളതെന്നതാണ്. ഈശോ കുരിശിൽ മരിച്ച സമയത്ത് വിശുദ്ധ മർക്കോസ് സുവിശേഷം രേഖപ്പെടുത്തുന്നു, ഭൂമിയിൽ 6-ാം മണിക്കൂർ മുതൽ 9-ാം മണിക്കൂർ വരെ 3 മണിക്കൂർ അന്ധകാരം വ്യാപിച്ചുവെന്ന്. ഈശോയുടെ മരണസമയത്ത് ഭൂമിയിൽ വ്യാപിച്ച ആ 3 മണിക്കൂർ സമയത്തെ അന്ധകാരത്തെ സ്മരിക്കാൻ വേണ്ടിയാണ് 3 തവണ മുട്ടിക്കുന്നത് എന്ന് പറയുന്നവരുണ്ട്. മറ്റു ചിലർ 3 തവണ പീലാസ കാസയിൽ മുട്ടിക്കുന്നത് ഈശോയുടെ കാലുകളിലും കൈകളിലും തറച്ച 3 ആണികളുടെ പ്രതീകമായി കണക്കാക്കുന്നു. ഈ 3 പ്രതീകങ്ങളും ഈശോയുടെ മരണത്തിലേക്കും ത്രിത്വരഹസ്യത്തിലേക്കുമാണ് നമ്മളുടെ ചിന്തകളെ കൊണ്ടുപോകുന്നത്.